ആദിവാസികൾ താമസിക്കുന്ന ഉന്നതികൾ അത് എത്രത്തോളം ഉണ്ട് മറുഭാഗത്ത്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശക്തമായ ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഈ പുന്നപ്പുഴയിൽ കുത്തൊഴുക്ക് രൂപപ്പെട്ടത്. ഒപ്പം ഈ ബെയിലിപ്പാലത്തിന് എതിർഭാഗത്ത് അട്ടമലയിലേക്കും മുണ്ടക്കയിലേക്കുമൊക്കെ പോകുന്ന പ്രദേശത്തുള്ള റോഡ് കരകവിഞ്ഞൊഴുകി. അതോടൊപ്പം ശക്തമായ മഴയിൽ ഒലിച്ചെത്തിയ കല്ലും മണ്ണുമൊക്കെ ഇപ്പോഴും റോഡിൽ കിടക്കുന്നുണ്ട്. എതിർഭാഗത്ത് അതായത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ തൊഴിലിനായി ജോലിക്കായി എത്തിയ നീലഗിരി, തമിഴ്നാട്, ഗൂഡല്ലൂരൊക്കെയുള്ള തൊഴിലാളികൾ 150ഓളം തൊഴിലാളികൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അതോടൊപ്പം എറാട്ടുകുണ്ട് മേഖലയിലൊക്കെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാടികളിലും താമസിക്കുന്നുണ്ട്. അവരെ ഇക്കരയിലേക്ക് എത്തിച്ച് സുരക്ഷിതരായി ഇക്കരയ്ക്ക് എത്തിക്കണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബെയിലിപ്പാലത്തിന് മുകളിലൂടെ ഒരു തൊഴിലാളി വരുന്നുണ്ട്. നിരവധി തൊഴിലാളികൾ ഇത്തരത്തിൽ ആ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ചേച്ചി, കുറെ പണിക്കാരുണ്ട് അവിടെ? കുറെ, ഞാൻ ഒറ്റക്കായിരുന്നു ഇവിടെ. മേലെ മുണ്ടക്കയിൽ കുറെ ആൾക്കാരുണ്ട്. എത്ര പേരുണ്ട് അവിടെ? കുറെ 10-20 ആളുണ്ടാവും. നിങ്ങളൊക്കെ എവിടെയാ സ്ഥലം? ഞാൻ മാട്ടക്കുന്നിലാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പണിയെടുത്ത് പേടിച്ചിട്ട് വന്നാണ്. ഞാൻ കുറെ ആൾ ഇപ്പുറം പണി. കാട്ടപ്പാടിന്റെ ആ ഭാഗത്താണോ പണി? കാട്ടപ്പാടിയില്ല, അകത്ത് വന്നു അവർ കുറെ ആൾ വന്നു പറയണ്ടായല്ലോ. എത്ര പേരുണ്ട്? വേറെ ഒരു 10-50 ആൾക്കാരുണ്ടാവും. ഇങ്ങോട്ട് കടത്താൻ നോക്കി എങ്ങനെയെങ്കിലും. 10-50 ആൾ ഇപ്പുറത്ത് പണിയെടുക്കണോ. 19 കാട്ടില് അവർ മുണ്ടാൻ നിൽക്കണേന്ന്. സുജിയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ എതിർഭാഗത്ത് അതായത് ബെയിലിപ്പാലത്തിന് മറുകരയിലേക്കൊക്കെ പോലീസ് സംഘം എത്തിക്കഴിഞ്ഞു. അവരെ അതായത് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം ഇക്കരയിലേക്ക് കടത്തണം എന്നാണ് ഇപ്പോൾ നമ്മളോട് തൊഴിലാളി പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ പുന്നപ്പുഴ ഒഴുകുന്ന പ്രദേശത്ത്, പുന്നപ്പുഴ ഒഴുകുന്നതിൻ്റെ എതിർഭാഗത്തുള്ള അട്ടമലയ്ക്ക് സമീപമുള്ള ആ ഡിസ്പെൻസറി കാണാം. ആ ഡിസ്പെൻസറിക്ക് സമീപം വരെ ഒഴുക്ക് ശക്തമായി എത്തിക്കഴിഞ്ഞു. എതിർഭാഗത്തുള്ള മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ഏതായാലും നേരത്തെ അതായത് ഈ പുഴയിലെ കല്ലും മണ്ണുമെല്ലാം കോരി പുഴ വൃത്തിയാക്കാനുള്ള പ്രവൃത്തികൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നേരത്തെ ആരംഭിച്ചിരുന്നു. പക്ഷേ ശക്തമായ മഴയെ തുടർന്ന് ആ കോരിയിട്ട കല്ലും മണ്ണുമൊക്കെ പുഴയിലേക്ക് വീണ്ടും ഒലിച്ചിറങ്ങി ശക്തമായ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ ദൃശ്യങ്ങൾ ആണ്. എതിർഭാഗത്ത് അതായത് ഈ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ 50ഓളം തൊഴിലാളികൾ ഒരു ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ ഒരു പ്രദേശവാസിയായ സ്ത്രീ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം ആ മേഖലയിൽ തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നുള്ള 100-ലധികം തൊഴിലാളികളും ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. സുജിയ, ചൂരൽമല ഭാഗത്താണിപ്പോൾ പുന്നപ്പുഴയിൽ നിന്ന് വെള്ളം കയറിയിരിക്കുന്നത്. ബെയിലി പാലത്തിലൂടെ ഇപ്പോഴും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. പാലം ശക്തമായി ഒരു മിലിറ്ററി എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമ്മൾ കണ്ട പാലമാണ്. പാലത്തിന് സ്ഥലത്തിൽ അപകടാവസ്ഥയൊന്നുമില്ലല്ലോ അല്ലേ? നിലവിൽ പാലത്തിൽ അപകടാവസ്ഥയൊന്നുമില്ല. ഇപ്പോൾ പ്രദേശവാസിയായ സലാം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര ആളുകളുണ്ട് അവിടെ? അവിടെ ഞങ്ങൾ 100 ആളെ മേലായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഈ പെരും മഴയായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് വരേണ്ട ഒരു അവസ്ഥ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടിപ്പോൾ ഞങ്ങൾക്ക് വാടക കിട്ടുന്നില്ല. നിത്യ കൂലിയായ 300 രൂപ കിട്ടുന്നില്ല. ഒരു അനുകൂലം. നമുക്ക് ഈ മഴയത്ത് എത്ര പേര് അവിടെ കുടുങ്ങി കിടക്കുന്നു? സുലൈമാന്റെ 10-200 ആളില്ല അവിടെ. ഏകദേശം 10-200 തൊഴിലാളികളുണ്ട് അപ്പുറത്ത്. കിടത്താൻ കഴിയുന്നില്ല. ഞങ്ങളിപ്പോൾ ഇപ്പോൾ മഴ ലേശം വെള്ളം കുറഞ്ഞപ്പോൾ അവിടെ കിടത്തിയതാണ്. ഹാരിസന്റെ മാനേജർമാരുമില്ല ഇവിടെ? മാനേജർമാരൊക്കെ ഉണ്ട് ഇവിടെ. മാനേജർമാർ പറഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇപ്പുറത്ത് കിടത്താൻ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ട്. കിടത്തും തീർച്ചയായിട്ടും കിടത്തും. ആളുകൾ എത്ര പേര്? എല്ലാം പുറത്തുനിന്ന് ജോലിക്ക് വരികയാണ്. തമിഴ്നാട്ടുകാരല്ല, ഇവിടെ എസ്റ്റേറ്റ് വർക്കർമാരുണ്ട്, തമിഴ്നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാനേജർ വിളിച്ചു. മാനേജർ വണ്ടി ഏർപ്പാടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആളുകൾ പുറക്കെടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സുജ, ഇവർ പറഞ്ഞതുപോലെ നേരത്തെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായി വാടകയ്ക്കൊക്കെ വീടുകളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളുണ്ട്. അങ്ങനെയുള്ള 50ഓളം ആളുകൾ ആ മേഖലയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നെത്തിയ തോട്ടം തൊഴിലാളികളും അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രദേശവാസി നമ്മളോട് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഈ മേഖലയിലൊക്കെ തന്നെയുള്ള ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ പോലീസ് അടക്കമുള്ള വനം വകുപ്പിൻ്റെ ആളുകളും പോലീസ് സംഘവും ആ മേഖലയിൽ നിന്ന് ഇക്കരയിലേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പുന്നപ്പുഴയിൽ ഒഴുക്ക് കൂടിയതറിഞ്ഞ് നിരവധി ആളുകളും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ സ്കൂൾ റോഡിലടക്കം വെള്ളം കയറി. ഒപ്പം അട്ടമലയിലേക്ക് കയറുന്ന പ്രദേശത്ത് വെള്ളം റോഡിലുള്ള മണ്ണും കല്ലുമെല്ലാം ഒലിച്ചു പോകുന്നൊരു സാഹചര്യം. ഈ അട്ടമലയ്ക്ക് സമീപമുള്ള ഡിസ്പെൻസറിക്ക് സമീപവും വെള്ളം എത്തിയിട്ടുണ്ട്. ആ മേഖലയിൽ NDRF അടക്കമുള്ള സംഘം എത്തണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സുജിയ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപക്, പ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുകയാണല്ലേ?
സുജയ, കനത്ത മഴ ഇന്നലെ മുതൽ ഈ മേഖലയിലൊക്കെ തന്നെയുണ്ട്. ഇന്നും കനത്ത മഴ പെയ്യുന്നുണ്ട്, ഇടവിട്ട കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ വെള്ളരിമല ഭാഗത്തൊക്കെ തന്നെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വലിയ കുത്തൊഴുക്കുണ്ടായതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. സുജയ, പുതിയ വില്ലേജ് റോഡ് ആ ഭാഗത്തേക്കൊക്കെ നേരത്തെ കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ വേളയിൽ തടിക്കഷണങ്ങൾ അടക്കം വന്ന് അടിഞ്ഞ ഭാഗമാണ്. അവിടേക്കൊക്കെ ഈ വെള്ളം ഇപ്പോൾ എത്തിയിരിക്കുകയാണോ? സുജയ, അതായത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന് ഇടതുഭാഗത്തായാണ് സ്കൂൾ റോഡ്. ഈ പുന്നപ്പുഴ ഒഴുകുന്ന ബെയിലിപ്പാലത്തിനടിയിലൂടെ പുന്നപ്പുഴ ഒഴുകി ഏകദേശം നമുക്ക് കാണാം ആ ഭാഗത്തായി പുഴ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴ ദിശ മാറി ഒഴുകിയ സ്ഥലമാണ് ഈ പുതിയ സ്കൂൾ റോഡ് എന്ന് പറയുന്ന ഭാഗം. ആ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെറിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടി ആ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. സ്കൂൾ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഒപ്പം പുതിയ വില്ലേജ് റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പുഴ ദിശ മാറി ഒഴുകുന്ന മേഖലയിലൊക്കെ തന്നെ വലിയ കുത്തൊഴുക്ക് രൂപപ്പെട്ടതിനെ തുടർന്ന് ആ പുഴയ്ക്കരികിൽ കോരിയിട്ടിരുന്ന മണലെല്ലാം വെള്ളത്തിലേക്ക് ഒലിച്ചിറങ്ങി ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. സുജയ, ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായത് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ആകുന്നുണ്ടോ ദീപക്? ഇപ്പോൾ പ്രദേശവാസിയായ മൻസൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഏത് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടോ? ഈ അമ്പലക്കുന്ന് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു സൂചന കേൾക്കുന്നത്. അമ്പലക്കുന്ന് ഏത് ഭാഗത്താണ്? ഈ നമ്മുടെ മുണ്ടക്കൈയുടെ എൻഡിലേക്ക് വരും. അതുപോലെ നമ്മൾ അത് ഉരുൾപൊട്ടലാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളവും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രയാസം എന്ന് പറയുന്നത് അപ്പുറത്ത് തൊഴിലാളികൾ നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തൊഴിലാളികൾ ഇപ്പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ കടമ്പ എന്ന് പറയുന്നത്. തൊഴിലാളികൾ ഇപ്പുറത്തെത്തി മനുഷ്യർക്ക് യാതൊരു വിധ പ്രയാസങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സുജയ, മേപ്പാടി